ഗായ്സ്, എല്ലാവർക്കും ലൈഫ് ആൻഡ് ലിവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ടു ഡു ലിസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റഡി ആയിട്ട് ഫോക്കസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം ഓരോരോ വിഷയത്തിൽ എന്നുള്ളതാണ് അതിൽ എഴുതി വെക്കുന്നത്. ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് എത്ര ചാപ്റ്റേഴ്സും എത്ര സബ്ജക്റ്റിൽ നിന്ന് മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ വീക്കസ്റ്റ് സബ്ജക്റ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ തുടങ്ങിയത്. കാരണം വീക്കസ്റ്റ് സബ്ജക്റ്റ് ആകുമ്പോൾ കുറച്ച് നേരം നമുക്കതിലിരിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ വീക്കസ്റ്റ് ആയ സബ്ജക്റ്റ് ജോഗ്രഫിയാണ്. വീക്കസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് എനിക്ക് ജോഗ്രഫി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വലിയ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. കാരണം കുഞ്ഞു ചാപ്റ്റേഴ്സൊക്കെ പിന്നെ നമുക്ക് കുറച്ച് റിവൈസ് ചെയ്താൽ മതിയാവില്ല. പക്ഷേ വലിയ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ജോഗ്രഫിയിലെ വലിയ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോൾ രാവിലെ എൻ്റെ പഠിക്കുന്ന സ്ഥലം നമ്മുടെ സോഫയാണ്. സോഫയിലിരുന്നാണ് ഞാൻ പഠിക്കുക. കാരണം അനിയത്തിയൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരക്കൊഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരു നന്നായിട്ട് എനിക്ക് പഠിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അവിടെയാണ്. അപ്പം ഞാൻ അവിടെ ആയിരിക്കും പഠിക്കാതിരിക്കുക. അപ്പോൾ ഞാനത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം എന്നാണ് ജോഗ്രഫി വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എക്സാമൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ വീക്കസ്റ്റ് ആയ സബ്ജക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങുക. എന്നാൽ നമുക്കതിൽ കുറച്ച് സ്കോർ നേടിയെടുക്കാൻ പറ്റും. നമുക്ക് മുന്നത്തേതിനെക്കാട്ടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഈ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അതിന് ശേഷം നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഈ ഫോണിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറ്. അതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ചെറിയ പാഠത്തിൽ നിന്ന് തുടങ്ങാതെ നമ്മുടെ ടഫസ്റ്റ് ആയ വീക്കസ്റ്റ് ആയ പോർഷൻസ് ഉണ്ടാവില്ല ഓരോ പാഠത്തിലും, അവിടുന്ന് തന്നെ തുടങ്ങുക. എന്നാലും നമുക്ക് ആ ഒരു പോർഷൻസിലൊക്കെ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ടഫസ്റ്റ് ആയതും അറിയാത്തതുമായ പോർഷൻസിനാണ് ഇപ്പോൾ പഠിക്കാറ്. എന്നാൽ അതിൽ സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ പഠിച്ച് മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചപ്പോഴാണ് അവിടെ ഉമ്മാൻ്റെ കലാപരിപാടികൾ കാണുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ കണ്ടൊരു ലേസാണ് കേട്ടോ എടുത്ത് കഴിച്ചത്. ഇന്നലെ അങ്ങാണ്ട് വാങ്ങിയതാണ്, പക്ഷേ അതിലൊരു കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. അങ്ങനെ ആ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും പഠിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ജോഗ്രഫി തന്നെയാണ് ഇരുന്നത്. ജോഗ്രഫി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ജോഗ്രഫി തന്നെയാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ജോഗ്രഫി ഒരു 3-ാമത്തെ ചാപ്റ്ററിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോഗ്രഫി ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീക്കസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം വേണം ഈ വിഷയം പഠിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ദിവസം മൊത്തം വേണ്ടി വരും ജോഗ്രഫി ഒന്ന് കവർ ചെയ്ത് കിട്ടാൻ. അപ്പോൾ ഞാനൊരു 4 ചാപ്റ്റേഴ്സെങ്കിലും മിനിമം പഠിക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറി ഇരുന്നു കേട്ടോ. കാരണം അവിടെ ഇരുന്ന് പഠിച്ച് മടുത്തപ്പോൾ വീണ്ടും സോഫയിലോട്ട് തന്നെ പോന്നു. പിന്നെ 1 മണിയായ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് 10 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്തിട്ട് വീണ്ടും ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റഡി സെക്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ സ്റ്റഡി സെക്ഷൻ പഠിക്കാമെന്ന് വിചാരിക്കുന്നത് റൂമിലാണ് കേട്ടോ. അപ്പോൾ റൂമൊക്കെ ഒന്ന് ശരിയാക്കുകയാണ് കേട്ടോ. ഞാൻ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാണ്. ഏകദേശം 2 മണി ആവാറായപ്പോഴാണ് കേട്ടോ ഞാൻ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ലഞ്ചിന് പൊട്ടാറ്റോ ഫ്രൈയും ചോറും പിന്നെ മോര് കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കറി അധികം ഒഴിക്കാത്തത് കൊണ്ടാണ് കറി കാണിക്കാത്തത് കേട്ടോ. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 2:30 കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 3 മണി വരെ ബ്രേക്ക് എടുത്തു. കാരണം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു പഠിക്കാൻ തോന്നാത്തൊരു സമയമാണ് ആ സമയം. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഇന്നലെ എടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രീ കിട്ടുന്ന സമയത്താണ് എഡിറ്റ് ചെയ്യാറ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ.
അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫ്രീ ടൈം ഇതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ജോഗ്രഫിയുടെ കഥ ഏകദേശം തീരുമാനമാക്കിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്റ്റായ പൊളിറ്റിക്സിലോട്ടാണ് കേട്ടോ പോയത്. പൊളിറ്റിക്സ് ഒരുപാട് കവർ ചെയ്യാനുണ്ട്, അതുപോലെ ഒരുപാട് ലാർജ് ടോപ്പിക്സും ഉണ്ട്. അപ്പോൾ ഞാൻ പൊളിറ്റിക്സാണ് കേട്ടോ പിന്നീട് പഠിക്കാനിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. കാരണം എനിക്ക് മെയിനായിട്ട് തെറ്റ് വരാറുള്ളത് റെക്കോർഡ് ചെയ്യുമ്പോഴാണ്. കാരണം എത്ര അങ്ങോട്ട് പ്രിപ്പയർ ചെയ്താലും റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്ന് റെക്കോർഡ് ആകെ കൊള്ളാവും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് എഡിറ്റിങ്ങിൽ ഒരുപാട് സമയം പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ, വോയിസ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ്, ഇനി നമ്മുടെ വീഡിയോസ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫീഡ്ബാക്സ് ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ പൊളിറ്റിക്സ് തന്നെയാണ് കേട്ടോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഗ്‌രിബൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീട് പൊളിറ്റിക്സ് പഠിക്കാനിരുന്നത്. കാരണം ഒരുപാടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം വേണം. അങ്ങനെ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോയപ്പോഴാണ് പിന്നെ ഈ മിഠായിക്ക് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഈ ബ്രേക്കിനും ഈ മിഠായികളൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.